Dear, stud- dear students, good afternoon. Wait for some time. Good afternoon, students. Am I audible to you? Voice കേൾക്കാമോ? ഏബൽ ജോസഫ് Yes, sir. കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്ത സ്പർഗിയർ ഡിസൈൻ. ഓക്കെ, കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്പർഗിയർ ഡിസൈനിന്റെ വേരിയസ് സ്റ്റെപ്സ് ആയിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതുമായിട്ട് ബേസ് ചെയ്ത ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത് എഴുതണ്ട, നിങ്ങളത് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നതെന്ന് നിങ്ങൾ ഡാറ്റ ബുക്ക് എടുത്ത് വെച്ചോളൂ. ഡാറ്റ ബുക്കിൽ ഇക്വേഷൻസ് നിങ്ങൾ എവിടെയാണ് വരുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് ഈ പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത്, ഓക്കെ, നിങ്ങളുടെ പേര് വേണം, റോൾ നമ്പർ വേണം, ഓക്കെ, ഇന്നത്തെ ഡേറ്റ് വേണം. ഓക്കെ, ഞാൻ ഇ ടി ലാബിൽ ഒരു ക്ലാസ് അസൈൻമെന്റ് ആയിട്ട് അത് ഇട്ടിരിക്കാം. നിങ്ങൾ പിന്നീട് ആ പ്രോബ്ലം ചെയ്തിട്ട് ഇന്ന് രാത്രി തന്നെ, ഓക്കെ, ചെയ്തിട്ട് ഇന്ന് രാത്രി 12 മണി വരെ സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പ്രോബ്ലം ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, സബ്മിറ്റ് ചെയ്യുന്നത് ബേസ് ചെയ്തിട്ട് നമ്മൾ മാർക്ക് ഇടും. ഓക്കെ, മാർക്കല്ല, അറ്റൻഡൻസ് മാർക്ക് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾക്ക് അത് ക്ലിയർ ആണല്ലോ. ഈ ക്ലാസ് അസൈൻമെന്റ് അറ്റൻഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ പേരും റോൾ നമ്പറും അതിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ക്വസ്റ്റ്യന് തൊട്ട് മുകളിലായിട്ട് നിങ്ങളുടെ പേരും റോൾ നമ്പറും എഴുതണം കേട്ടോ. സെപ്പറേറ്റ് ഷീറ്റിലല്ല പേരും റോൾ നമ്പറും വേണ്ടത്. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ക്വസ്റ്റ്യന്റെ തൊട്ട് മുകളിലായിട്ട് പേരും റോൾ നമ്പറും. ഓക്കെ, ഈ പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾക്ക് ഓൾറെഡി ഈ പ്രോബ്ലം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി അതിന്റെ PPT ഷെയർ ചെയ്തിട്ടുണ്ട്. ആ PPTയിൽ ഉള്ള പ്രോബ്ലം തന്നെയാണ്, വെറുതെ നോക്കി എഴുതി വെക്കുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞു തരുന്ന സ്റ്റെപ്സ് ബേസ് ചെയ്തിട്ട് ഈ പ്രോബ്ലം സ്വന്തമായിട്ടൊന്ന് നോക്കുക. നിങ്ങൾ അവിടെ നോക്കി എഴുതുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ ആരുമില്ല, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ അധ്യാപകനും. Okay, so you have to check whether the problem is done by yourselves. Okay, you have to ensure that, otherwise there is no learning. Okay, so ഞാനിപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യാൻ, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. സ്ക്രീൻ വിസിബിൾ അല്ലേ? ആണോ? സ്ക്രീൻ വിസിബിൾ ആണോ?
യെസ് സർ. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പ്രോബ്ലം. അപ്പൊ നിങ്ങൾ ഇതിൽ ഈ പ്രോബ്ലത്തിന് തൊട്ട് മുമ്പ് ഉള്ള സ്ലൈഡിൽ ഡിസൈൻ പ്രൊസീജിയർ ഫോർ സ്പാർക്ക് ഗിയർ പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ സ്റ്റെപ്സ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടെ ആഡ് ചെയ്യാനുണ്ട്, അത് ഞാനിപ്പോൾ ആഡ് ചെയ്തേക്കാം. നിങ്ങളത് നിങ്ങളുടെ സ്ലൈഡിൽ ആഡ് ചെയ്താൽ മതി. ഐഡന്റിഫൈ ഗിയർ റേഷ്യോ. ഓക്കെ, സ്റ്റെപ്പ് കൂടെ ആഡ് ചെയ്തേക്കാം. ഐഡന്റിഫൈ ഗിയർ റേഷ്യോ. ഇപ്പം ഒന്നാമത് മെറ്റീരിയൽ സെലക്ട് ചെയ്യണം. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഗിയർ റേഷ്യോ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. കാരണം എന്തിനാ ഗിയർ റേഷ്യോ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഗിയർ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇൻഫർമേഷൻ നമുക്ക് അതിനെക്കുറിച്ച്, ആ ഗിയറിനെ കുറിച്ചുള്ള മാക്സിമം ഇൻഫർമേഷൻ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഐഡന്റിഫൈ ദ വെലോസിറ്റി റേഷ്യോ ഓർ ഗിയർ റേഷ്യോ. ഈ ഫോളോയിങ് സ്റ്റെപ്സ് ഒന്ന് നോക്കുക. ഇത് തന്നെയാണ് നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയോളൂ. ഈ ഒറ്റ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഇത് സബ്മിറ്റ് ചെയ്യുക. there will be, this is a class assignment and attendance will be marked based on this. You have to design a spur gear. This is the question. A pair of spur gear has to transmit 20 kilowatt from a shaft rotating at 1000 rpm to a parallel shaft which is rotating at 310 rpm. അപ്പോൾ ഒരു പെയർ ഓഫ് സ്പർ ഗിയേഴ്സ്, എപ്പോഴും അറിയാം സ്പർ ഗിയർ ഒരെണ്ണമായിട്ട് വർക്ക് ചെയ്യത്തില്ല. ഗിയർ ആണെങ്കിൽ അതൊരു പെയർ കോമ്പിനേഷനിലേ വർക്ക് ചെയ്യത്തുള്ളൂ. ഈ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡ്രൈവിംഗ് ഗിയർ ഉണ്ടായിരിക്കും, ഒരു ഡ്രിവൺ ഗിയർ ഉണ്ടായിരിക്കും, ചെറുത് പീനിയൻ എന്നും വലുതിന് ഗിയർ എന്നും, ചെറിയ പീനിയന് നമ്മൾ 1 എന്നും വലിയ ഗിയറിന് 2 എന്നാണ് നമ്മൾ കോമൺലി മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ 20 കിലോവാട്ട് ആണ്. അതുപോലെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് 1000 rpm. രണ്ടാമത്തെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതോ 310 rpm. ഇതിൽ നിന്ന് മനസ്സിലാക്കാം വലുത് ഗിയർ ആണ്. ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നത് 310 rpm-ലും കൂടുതൽ ആർപിഎത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് ചെറിയ പീനിയൻ ആണ്. പീനിയന്റെ ആർപിഎം ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 1000. ഓക്കെ, ഇനി നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ പീനിയൻ. പീനിയനിലെ ടീത്ത് നമ്പറും തന്നിട്ടുണ്ട് എത്ര? 31. ഓക്കെ, നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ പീനിയൻ ഇസ് ഗിവൺ ആസ് 31 വിത്ത് ഫുൾ ഡെപ്ത് 20 ഡിഗ്രി ഫുൾ ഡെപ്ത് ഇൻവല്യൂട്ട് ടൂത്ത് ഫോം. അപ്പം പീനിയനിലെ ടൂത്ത് നമ്പർ തന്നിട്ടുണ്ട്. അതുപോലെ പീനിയന്റെ പ്രഷർ ആംഗിൾ തന്നിട്ടുണ്ട് എത്ര? 20 ഡിഗ്രി പ്രഷർ ആംഗിൾ ഉള്ള ഇൻവല്യൂട്ട് ഫുൾ ഡെപ്ത് ടൂത്ത് ഫോം ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഗിയർ ആയാലും പീനിയൻ ആണെങ്കിലും ഈ ഫുൾ ഡെപ്ത് 20 ഡിഗ്രി ഇൻവല്യൂട്ട് ടൂത്ത് ആണ് ഉള്ളത്. ഓക്കെ, ഇനി മെറ്റീരിയൽ ഫോർ പീനിയൻ SAE 1040 അൺട്രീറ്റഡ് വിത്ത് അലോവബിൾ സ്റ്റാറ്റിക് സ്ട്രെസ് 206 MPa. മെറ്റീരിയൽ ഫോർ ദ ഗിയർ ഈസ് കാസ്റ്റ് സ്റ്റീൽ 0.2% കാർബൺ. അപ്പൊ രണ്ട് മെറ്റീരിയൽ ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും? സ്ട്രെങ്ത് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏതാണ് വീക്കർ കമ്പോണന്റ് എന്ന് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ മെറ്റീരിയൽ ഫോർ പീനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ ഗിയറിന്റെ മെറ്റീരിയൽ SAE 1040 അൺട്രീറ്റഡ് ആൻഡ് സ്റ്റാറ്റിക് സ്ട്രെസ് 206 MPa. മെറ്റീരിയൽ ഫോർ ഗിയർ എന്ന് പറയുന്നത് എന്താണ്? കാസ്റ്റ് സ്റ്റീല് എത്ര? 0.2% കാർബൺ അൺട്രീറ്റഡ് വിത്ത് അലോവബിൾ സ്റ്റാറ്റിക് സ്ട്രെസ്. ഇപ്പൊ മെറ്റീരിയലും തന്നിട്ടുണ്ട്. അതിന്റെ അലോവബിൾ സ്റ്റാറ്റിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദ ഡിസൈൻ സ്ട്രെസ്. ഓക്കെ, അത് അത്രമാത്രം സ്ട്രെസ് മാത്രമേ വിസ്റ്റാൻഡ് ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. 137.34 MPa. യു ഹാവ് ടു So you have to determine module face width of the gear pair. രണ്ട് കാര്യങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്യാൻ പറയുന്നില്ല. ഗിയറിന്റെ മോഡ്യൂൾ, ഓക്കെ, ഈ സെറ്റ് ഓഫ് ഗിയറിന്റെ മോഡ്യൂൾ ഡിറ്റർമിൻ ചെയ്യണം. മോഡ്യൂൾ ഡിറ്റർമിൻ ചെയ്താലേ നമുക്ക് ഫാബ്രിക്കേഷനിൽ പോകുമ്പോൾ അവിടെ പറയാനൊക്കത്തുള്ളൂ. ഓക്കെ, 2 സ്പർ ഗിയർ വേണം, അതിന്റെ മോഡ്യൂൾ ഇത്ര മാത്രമായിരിക്കണം എന്ന് പറയാനൊക്കത്തുള്ളൂ. ഓക്കെ, സോ ഡിറ്റർമിൻ ദ മോഡ്യൂൾ and the face widths of the gear pair. Also find dynamic tooth load. Okay, dynamic FD value നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സർവീസ് ഫാക്ടർ 1.5 തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ സർവീസ് ഫാക്ടർ ക്വസ്റ്റ്യനിൽ തരുമ്പോഴേ നമ്മൾ അറിഞ്ഞിരിക്കണം എന്ത് ടൈപ്പ് സർവീസ് ഫാക്ടർ 1.5 തരുവാണെങ്കിൽ അന്നേരം അറിഞ്ഞിരിക്കണം അത് എന്താ പവറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള വാല്യൂ ആണ് ഈ 1.5 എന്ന് പറയുന്നത്. 20 കിലോവാട്ടിനെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ 30 കിലോവാട്ടിന് വേണം ഈ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ. അതല്ലെങ്കിൽ ഈ ഗിയർ പെയർ ചില സർവീസ് കണ്ടീഷൻസ് കൊണ്ട് 30 കിലോവാട്ടിനാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ആക്ച്വലി ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ 20 കിലോവാട്ട് ആണ്. എങ്കിലും നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ 30 കിലോവാട്ടിനാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഏത് ഫാക്ടറാണ്? ഈ സർവീസ് ഫാക്ടറാണ്. സർവീസ് ഫാക്ടർ ഇസ് 1.5. ഇപ്പം ഒരു 50% കൂടി എക്സ്ട്രാ പവറിന് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. ഓക്കെ,
ഇപ്പൊ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? തന്നിരിക്കുന്ന ഡേറ്റ എല്ലാം അതുപോലെ തന്നെ എഴുതുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്ന പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ഫൈൻഡ് ദ ഗിയർ റേഷ്യോ അല്ലെങ്കിൽ വെലോസിറ്റി റേഷ്യോ എഴുതുക. അത് വണ്ണിന് മുകളിൽ വരുന്ന രീതിയിൽ എഴുതുക. ഓക്കെ, N1 വാല്യൂ നമുക്കറിയാം 1000 RPM, N2 അറിയാം 310 RPM. സോ അതിന്റെ ആൻസർ വരുന്നത് 3.23 എന്നാണ്. ഇനി എന്തിനത് എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി എന്തിന്റെ വാല്യൂ അറിയാം? നമ്പർ ഓഫ് ടൂത്ത് ഓൺ ദ പീനിയൻ. പീനിയനെ നമ്മൾ എന്തുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 2 കൊണ്ട്. അപ്പൊ Z2 നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ I വാല്യൂ നമുക്കറിയാം, Z2 അറിയാം. അങ്ങനെയാണെങ്കിൽ Z1 കാൽക്കുലേറ്റ് ചെയ്തൂടെ? അങ്ങനെ സോറി, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടെ I വാല്യൂ Z1 ആണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? Z2 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. I വാല്യൂ നമുക്ക് 3.23 കിട്ടി. I വാല്യൂ അറിയാം. ക്വസ്റ്റ്യനിൽ ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്? Z1 തന്നിട്ടുണ്ട്, 31 ടൂത്ത്. ഓക്കെ, സോ Z1 എന്ന് പറഞ്ഞാൽ പീനിയനെ റെപ്രസെന്റ് ചെയ്യുന്നത് Z1. അങ്ങനെയാണെങ്കിൽ Z2 നമുക്ക് 100 ടൂത്ത് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഏത് പ്രോബ്ലം തന്നാലും ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഗിയർ റേഷ്യോ എഴുതുക. ഗിയർ റേഷ്യോ എഴുതിയിട്ട് മാക്സിമം ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യുക. ഇനി ഒന്നാമത്തെ ഗിയറിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ടായിരുന്നു, അതായത് പീനിയന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് മേ ബി ഞാൻ ഇവിടെ പറയുന്നൊരു 100 mm എന്ന് തരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ D2 എങ്ങനെ കണ്ടുപിടിക്കും? അതിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഗിയർ റേഷ്യോ I ഉപയോഗിക്കാം. ഇവിടെ പക്ഷെ തന്നിട്ടില്ല കേട്ടോ, ഇവിടെ തന്നിട്ടില്ല. ഞാനൊരു എക്സാമ്പിൾ കേസ് പറയുക. I എങ്ങനെയാണ് ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് എഴുതുമ്പം D2 ആണല്ലോ വലുത്. അതിന്റെ ഡയമീറ്റർ മേളിൽ എഴുതി, D1ന്റെ ഡയമീറ്റർ താഴെ എഴുതി. ഇതിന് പകരം D2/100 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. I എന്ന് പറയുന്നത് എത്രയാണ്? 3.23. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്ത് പറയുന്നത്? യു ഹാവ് ടു റൈറ്റ് ദ ഗിയർ റേഷ്യോ ഫസ്റ്റ്, ഐഡന്റിഫൈ ദ ഗിയർ റേഷ്യോ ഫസ്റ്റ്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. സോ ഗിയർ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് മാക്സിമം ഡേറ്റ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഡയമീറ്റർ തരാത്തോണ്ട് ഡയമീറ്ററിന്റെ വാല്യൂസ് നമുക്ക് ഗിയർ റേഷ്യോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇനി ഈ വീക്കർ പാർട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കണം. പീനിയൻ ആണോ ഗിയർ ആണോ വീക്കർ പാർട്ട് എന്ന് നോക്കാം. ഐഡന്റിഫൈയിങ് ദ വീക്കർ പാർട്ട്. അതിനുവേണ്ടി നമ്മൾ ഏത് ഫാക്ടറിനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത്? സ്ട്രെങ്ത് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ D × Y ആണ് സ്ട്രെങ്ത് ഫാക്ടർ. ഇപ്പൊ പീനിയനുള്ള കേസും ഗിയറിനുള്ള കേസും നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. സിഗ്മ D1 Y1, സിഗ്മ D2 Y2. എന്താണ് Y? ക്ലാസ്സിൽ ആർക്കെങ്കിലും പറയാമോ Y എന്താണെന്ന്? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, എന്താണ് Y? നമ്മൾ ക്ലാസ്സിൽ 2 ക്ലാസ് ആയിട്ട് നേരത്തെ പഠിച്ചതാ. എന്താണ് Y? സ്മോൾ y എന്താടേ? അശ്വിനുണ്ടോ? Y എന്താണെന്ന് അറിയാമോ? ദിസ് Y. ഇവിടെ മറ്റൊരു ഫോർമുലയും തന്നിട്ടുണ്ട്. എന്താന്ന് പറയാമോ? അശ്വിനില്ല, ക്ലാസ്സിൽ അശ്വിനില്ല. പാർത്ഥിവ് ഉണ്ടോ? ലെവിസ് ഫോം ഫാക്ടർ. ലെവിസ് ഫോം ഫാക്ടർ. ഓക്കെ, സോ Y is what? Y is Lewis form factor. Okay, so sigma D1 Y1, sigma D2 Y2. Okay, so sigma D1 Y1, sigma D value നമുക്ക് ഓൾറെഡി ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. സിഗ്മ D2 വാല്യൂം ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. Y1 ഉം Y2 നമുക്ക് അറിയത്തില്ല. അതെങ്ങനെ കണ്ടുപിടിക്കും? യു ഹാവ് ടു ചെക്ക് ദിസ് ഇക്വേഷൻ ആൻഡ് ഐഡന്റിഫൈ വാട്ട് ഈസ് Y. Y ഈസ് ലെവിസ് ഫോം ഫാക്ടർ. ലെവിസ് ഫോം ഫാക്ടർ ആണ് Y. അപ്പോൾ Y1 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തിട്ട് കൊടുക്കണം? Z1 ഇട്ട് കൊടുക്കണം. Y2 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ഇട്ട് കൊടുക്കേണ്ടത്? Z2 ഇട്ട് കൊടുക്കണം. ഓക്കെ, Z2 എത്രയാണെന്ന് ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ Y2 നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ എന്തിനാണ് Y1 ഉം Y2 ചെയ്യുന്നത്? യു ഹാവ് ടു ഗെറ്റ് ദ സ്ട്രെങ്ത് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് Y1 ആൻഡ് വാട്ട് ഈസ് Y2. ഓക്കെ, സോ സിഗ്മ D1 Y1 ഉം സിഗ്മ D2 Y2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തിനാണ് ഈ 0.154 0.912 വരുന്ന ഇക്വേഷൻ എടുക്കുന്നത്? ബിക്കോസ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ആൽഫ അല്ലെ പ്രഷർ ആംഗിൾ 20 ഡിഗ്രി, ഫുൾ ഡെപ്ത്, ഇൻവല്യൂട്ട് ടൂത്ത് ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് യു ഹാവ് ദ ഓപ്ഷൻ ടു ടേക്ക് this equation only. Okay, so you identified that sigma D1 Y1 ആണോ sigma D2 Y2 ആണോ ചെറുത്? We can find sigma D2 Y2 is smaller. So sigma D2 Y2 ചെറുതായതുകൊണ്ട്
ഇവിടെ ഏറ്റവും വീക്കർ കമ്പോണന്റ് എന്ന് പറയുന്ന ഏതാണ്, അല്ലെ വീക്കസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്ന ഏതാണ്? ഗിയർ ഈസ് ദ വീക്കസ്റ്റ് കമ്പോണന്റ്. ഓക്കെ, ഗിയർ ഈസ് ദ വീക്കസ്റ്റ് കമ്പോണന്റ്. സോ ഇനി ഡിസൈനിലെ എല്ലായിടത്തും 2 സബ്സ്ക്രിപ്റ്റ് ഉള്ള ഗിയറിന്റെ പാരാമീറ്റേഴ്സ് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, ഗിയറിന്റെ പാരാമീറ്റേഴ്സ് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഗിയർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തു. രണ്ടാമത് എന്ത് ചെയ്തു? വീക്കർ പാർട്ട് ഐഡന്റിഫൈ ചെയ്ത് ഗിയർ ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മളുടെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. പ്രോബ്ലത്തിൽ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ട മോഡ്യൂൾ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ക്വസ്റ്റ്യനിൽ ഡയമീറ്റർ തന്നിട്ടില്ല. ഡയമീറ്റർ തന്നിട്ടില്ലെങ്കിൽ ഡയമീറ്റർ അൺനോൺ എന്നുള്ള ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ, അല്ല, ഡയമീറ്റർ അൺനോൺ എന്നുള്ള ക്രൈറ്റീരിയക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡ്യൂൾ ഇക്വേഷൻ നമ്മൾ ഡേറ്റ ബുക്കിൽ നിന്ന് എടുക്കുക. ആ ഇക്വേഷൻ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ. ഇവിടെ എം ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എം ടി എന്ന് പറഞ്ഞാൽ ടോർക്ക് ആണ്. ഓക്കെ, എം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്ക് ആണ്. ഓക്കെ, സോ എം ടി ഈസ് ടോർക്ക്. ടോർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് നോക്കുക. പവർ പി ഈക്വൽ ടു ഒമേഗ ടി. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πn/60. എൻ ടി എന്ന് പറഞ്ഞാൽ ടോർക്ക്. ടോർക്ക് മൾട്ടിപ്ലൈഡ് വിത്ത് ആംഗുലാർ വെലോസിറ്റി ആണ് പവർ. ക്വസ്റ്റ്യനിൽ പവർ തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യനിൽ പവർ തന്നിട്ടുണ്ട്. അവിടെ സർവീസ് ഫാക്ടർ തന്നിട്ടുണ്ട്. അപ്പൊ മറക്കരുത്, ക്വസ്റ്റ്യനിൽ പവറിനോടൊപ്പം എന്തുകൂടെ തന്നിട്ടുണ്ട്? സർവീസ് ഫാക്ടർ. സോ യു ഹാവ് ടു മൾട്ടിപ്ലൈ പവർ വിത്ത് ദ സർവീസ് ഫാക്ടർ CS. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള പവർ ആണ് എടുക്കേണ്ടത്. ഓക്കെ, സോ 2πn1 ആണോ n2 ആണോ എടുക്കേണ്ടത്? n1 ആണോ n2 ആണോ എടുക്കേണ്ടത്? ഈ പ്രോബ്ലത്തിൽ n1 ആണോ n2 ആണോ എടുക്കേണ്ടത്? ആരുമില്ലേ? അഭിജിത്തെ ഉറങ്ങുവാണോ? അഭിജിത്ത് പ്രസന്റ് ആണോ? ഓക്കെ, എന്നാ പറയൂ. ഈ പ്രോബ്ലത്തിൽ n1 ആണോ n2 ആണോ എടുക്കേണ്ടത്? സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ലേ? എവിടെ പോയി? ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പോഴും കാണുന്നില്ലേ? ഇല്ല സാർ, നെറ്റ് സ്ലോ ആണെന്ന് തോന്നുന്നു. ഇയാൾക്ക് സ്ക്രീൻ കാണാനേ പറ്റുന്നില്ലേ? ആൽബിൻ പറഞ്ഞോളൂ. സ്ക്രീൻ കാണാം സാർ. സ്ക്രീൻ കാണുന്നുണ്ട്. ഓക്കെ, ആൽബിൻ അറിയാമോ ഏതാണ് എടുക്കേണ്ടത് ഇവിടെ? n1 ആണോ n2 ആണോ എടുക്കേണ്ടത്? n2 ആണ് എടുക്കേണ്ടത്. കാരണം എന്താ? ഇത് നമ്മൾ ഗിയറിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, n2 ആണ് എടുക്കേണ്ടത്. 2πn2/60 ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, സോ അഭിജിത്തിന് സ്ക്രീൻ കാണാൻ വയ്യെങ്കിൽ പിന്നെ ക്ലാസ്സിൽ ഇരുന്നാൽ എങ്ങനെയാണ് എന്ത് മനസ്സിലാവും? ഹലോ അഭിജിത്ത്, സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നു. ഇപ്പൊ എന്താ പറ്റി? അപ്പൊ ഇതുവരെ എന്തോ എടുക്കുമായിരുന്നു? അല്ല സാർ, നെറ്റ് ഇത് കണക്ഷൻ പോയതാ, സ്ലോ ആയതല്ലേ, അപ്പം സ്ക്രീൻ കാണാൻ പറ്റില്ല. ഓക്കെ, 2πn2/60 multiplied with mt. So you can find the value of torque mt. Torque mt യുടെ വാല്യൂ കിട്ടും. ഇപ്പൊ ടോർക്ക് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സിഗ്മ ഡി ഡിസൈൻ സ്ട്രെസ്. ഏതിന്റെ ഡിസൈൻ സ്ട്രെസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? സിഗ്മ D1 ആണോ സിഗ്മ D2 ആണോ എന്ന് പറഞ്ഞേ. സിഗ്മ D1 ആണോ സിഗ്മ D2 ആണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്? സിഗ്മ D2. കാരണം എന്താ? ഗിയറിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. സി വി വാല്യൂ ഉണ്ടോ? സി വി വാല്യൂ ഇല്ലാത്തത് കൊണ്ട്, ക്വസ്റ്റ്യന് തരാത്തത് കൊണ്ട് യൂഷ്വലി സി വി വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യും. എത്ര? 0.5 ആയിട്ട് അസ്യൂം ചെയ്ത് അങ്ങനെ നമുക്ക് ചെയ്ത് തുടങ്ങാനൊക്കത്തുള്ളൂ. വെലോസിറ്റി ഫാക്ടർ ഇല്ല. വെലോസിറ്റി ഫാക്ടർ ഇല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതുപോലെ B/M റേഷ്യോ, വിഡ്ത്ത് അല്ലെ, ഫേസ് വിഡ്ത്ത് മോഡ്യൂൾ റേഷ്യോ നമ്മൾ 10 എന്നാണ് എടുക്കുന്നത്. ഫേസ് വിഡ്ത്ത് മോഡ്യൂൾ റേഷ്യോ യൂഷ്വലി നമ്മൾ എത്ര ആയിട്ട് എടുക്കേണ്ടത്? യു ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് 10. ഓക്കെ, ദീസ് ആർ ടു അസംഷൻസ്. ക്വസ്റ്റ്യനിൽ വാല്യൂസ് തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് ഇത് ചെയ്ത് തുടങ്ങുന്നത്. സോ സി വി വാല്യൂ ആസ് വെൽ ആസ് കെ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യും. ഇനി ക്യാപിറ്റൽ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ വൈ ഇസ് ലെവിസ് ഫോം ഫാക്ടർ. ഓക്കെ, എങ്ങനെയാണ് ലെവിസ് ഫോം ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ലെവിസ് ഫോം ഫാക്ടർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? യു ഹാവ് ടു മൾട്ടിപ്ലൈ y2 എന്താ എടുക്കുന്നതെന്ന് ഇനി പറയുന്നില്ല, കാരണം അറിയാം. അതിനെ നമ്മൾ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ക്യാപിറ്റൽ വൈ. ഓക്കെ, അല്ലെങ്കിൽ ക്യാപിറ്റൽ y2 എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, Z എന്ന് പറഞ്ഞാൽ Z2 ആണ്, നമ്പർ ഓഫ് ടൂത്ത്. ഓക്കെ, സിഗ്മ D 2 ആണ്. ഓക്കെ, സി വി വാല്യൂ നമുക്കറിയാം, അസ്യൂം ചെയ്തതാണ്. കെ വാല്യൂ അസ്യൂം ചെയ്തതാണ്. y എടുക്കുമ്പം
ക്യാപിറ്റൽ Y2 വേണം. ക്യാപിറ്റൽ Y2 എടുക്കണമെങ്കിൽ യു ഹാവ് ടു മൾട്ടിപ്ലൈ സ്മോൾ y2 വിത്ത് പൈ. Then you will get the modulus 3.4. Okay, modulus 3.4. മോഡ്യൂൾ 3.4 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മോഡ്യൂളിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. സ്റ്റാൻഡേർഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഹാവ് ടു ചെക്ക് ദ ടേബിൾ ആൻഡ് ഐഡന്റിഫൈ ദ അപ്രോപ്രിയേറ്റ് മോഡ്യൂൾസ് വിച്ച് ആർ കൊമേഴ്ഷ്യലി അവൈലബിൾ. കൊമേഴ്ഷ്യലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള മോഡ്യൂൾസ് ചെക്ക് ചെയ്യണം. 3.4 ശേഷമുള്ള മോഡ്യൂൾ 3.5 ആണോ? ഏബൽ ക്ലാസ്സിലുണ്ടോ? ഏബൽ? അപ്പൊ ഈ 3.4 കഴിഞ്ഞിട്ട് അടുത്ത മോഡ്യൂൾ ഏതാണ് ഡാറ്റ ബുക്കിൽ തന്നിരിക്കുന്നത് ചെക്ക് ചെയ്യാമോ? ഡാറ്റ ബുക്ക് ഉണ്ടോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേ. 3.4 കഴിഞ്ഞിട്ട് 3.5 ആണോ അതോ വേറെ ഏതെങ്കിലും നമ്പർ ആണോ? 3.5 കഴിഞ്ഞിട്ട് 4.5 ആണോ? അത് 3.4 ആണ്. 3.4 കഴിഞ്ഞിട്ട് ടേബിൾ 12.2 പ്രിഫേർഡ് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് കോളം ചോയ്സിനകത്ത് വാല്യൂസിന്റെ കാര്യമല്ലേ? ചോയ്സ് അല്ല, പ്രിഫേർഡ് വാല്യൂസ് നോക്കുക. ചോയ്സ് പിന്നീട് നോക്കിയാൽ മതി. പ്രിഫേർഡ് വാല്യൂസിനകത്ത് 3.4 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഹയസ്റ്റ് വാല്യൂ ഉണ്ടോ? അതേതാണ്? അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പൊ പ്രിഫേർഡ് കോളത്തിലുള്ള വാല്യൂസ് ആദ്യം എടുക്കുക. ഓക്കെ, ഇപ്പൊ 3.5 ആണ് നമ്മളുടെ മോഡ്യൂൾ വാല്യൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു വാല്യൂ കിട്ടി. നമ്മൾ കുറച്ച് അസംഷൻസ് എടുത്തിട്ടാണ് മോഡ്യൂൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇപ്പൊ 3.4 കിട്ടി. നമ്മൾ അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് 3.5 ആക്കിയിട്ട് മാറ്റി. ഓക്കെ, സോ 3.5 ആയതുകൊണ്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുമോ? നമുക്കറിയാം മോഡ്യൂൾ എം എന്ന് പറയുന്നത് എന്താണ്? മോഡ്യൂൾ എം എന്ന് പറയുന്നത് ഡയമീറ്റർ ബൈ ഇസഡ് ആണ്, നമ്പർ ഓഫ് ടൂത്ത് ആണ്. ഇപ്പൊ ക്വസ്റ്റ്യനിൽ എന്ത് ഡേറ്റ തന്നിട്ടുണ്ട്? ഇസഡ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ മോഡ്യൂൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ ഡയമീറ്ററിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? ഡയമീറ്റർ തന്നിട്ടില്ലാത്ത പ്രോബ്ലം ആണ്, അതുകൊണ്ട് നമുക്ക് ഡയമീറ്റർ മാറ്റം വരുത്താൻ ഒരു കുഴപ്പമില്ല. സോ ഫോർ മോഡ്യൂൾ 3.5 യു ഹാവ് ടു അഗെയിൻ ചെക്ക് ഫോർ എന്താണ്? ചെക്ക് ഫോർ സിഗ്മ D2 വാല്യൂ. ഓക്കെ, സോ ഫോർ മോഡ്യൂൾ 5 കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഡയമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. D1 കാൽക്കുലേറ്റ് ചെയ്യുക, D2 കാൽക്കുലേറ്റ് ചെയ്യുക. മോഡ്യൂൾ 3.5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള D1 എന്ന് പറഞ്ഞാൽ M ടൈംസ് Z1, D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M ടൈംസ് Z2. സോ യു വിൽ ഗെറ്റ് 2 മോർ വാല്യൂസ്. ആൻഡ് ഫേസ് വിഡ്ത്ത് നമ്മൾ കോമൺലി എടുക്കുന്ന എത്രയാണ്? 10 ടൈംസ് ദ മോഡ്യൂൾ വാല്യൂ. സോ നമ്മൾ എപ്പോഴാണോ മോഡ്യൂൾ ഫിക്സ് ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ തുടക്കത്തിൽ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല, കാരണം പ്രോബ്ലത്തിൽ എത്ര നമ്പർ ഓഫ് ടൂത്ത് ഉണ്ടെന്ന്, എത്രയാണ് ഡയമീറ്റർ എന്ന് തന്നിട്ടില്ല. സോ മോഡ്യൂൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോഡ്യൂൾ ഉണ്ട്, നമ്പർ ഓഫ് ടൂത്ത് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഗിയറിന്റെ പിച്ച് സർക്കിൾ ഡയമീറ്റർ PCD എന്ന് പറഞ്ഞാൽ എന്താണ്? PCD എന്ന് പറഞ്ഞാൽ പിച്ച് സർക്കിൾ ഡയമീറ്റർ. ഓക്കെ, സോ ദാറ്റ് വി ക്യാൻ ഫിക്സ്. ഓക്കെ, അതിനുശേഷം പിന്നീട് എന്താ ചെയ്യുന്നത്? പിന്നീട് നമ്മൾ ചെയ്യുന്നത് യു ഹാവ് ടു, നമ്മൾ CS വെച്ച് പവറിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ സർവീസ് ഫാക്ടർ ഇടേണ്ട കാര്യമില്ല. CS വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല, പവറിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ യു ഹാവ് ടു അഗെയിൻ യൂസ് CS ഹിയർ. ഓക്കെ, ഇപ്പൊ ടോർക്കിനോടൊപ്പം ഈ സർവീസ് ഫാക്ടറോട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക? യു ക്യാൻ ഡിറ്റർമിൻ ടാൻജൻഷ്യൽ ഫോഴ്സ് FT. ടാൻജൻഷ്യൽ ഫോഴ്സ് FT എന്ന് പറഞ്ഞാൽ എന്താണ്? ടോർക്ക് MT മൾട്ടിപ്ലൈഡ് വിത്ത് റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലൈഡ് വിത്ത് D/2. ഓക്കെ, D/2. അതിൽ നിന്നാണ് FT ഈക്വൽ ടു 2 MT/D2 എന്ന് നമുക്ക് കിട്ടും. എന്തുകൊണ്ടാണ് D2 എടുത്തത്? നമുക്കറിയാം ഗിയറിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. സോ യു വിൽ ഗെറ്റ് FT വാല്യൂ. ഓക്കെ, എന്തിനാ ഇനി FT എന്തിനാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ FT എന്ന് പറയുന്നത് ഏകദേശം 5280 ന്യൂട്ടൺ കിട്ടി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രമാത്രം സ്ട്രെസ് നമ്മളുടെ ഗിയർ ടൂത്തിൽ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അത് ഗിയറിന്റെ മെറ്റീരിയൽ ഏതാണോ ആ മെറ്റീരിയലിന്റെ അലോബിൾ വാല്യൂവിന് മുകളിലാവാൻ പാടില്ല. അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം മോഡ്യൂളിൽ നിന്ന് ഡയമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഡയമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം പിന്നീട് നമ്മൾ ടൂത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാൻജൻഷ്യൽ ടൂത്ത് ലോഡ് കാൽക്കുലേറ്റ് ചെയ്തു.
ടാൻജൻഷ്യൽ ടൂത്ത് ലോഡ് അറിയാമെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രെസ് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രെസ് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അത് ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രെസ് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രെസ് വാല്യൂ എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ലെവിസ് ഇക്വേഷൻ അവൈലബിൾ ആണ്. യു ക്യാൻ യൂട്ടിലൈസ് ലെവിസ് ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ദ സിഗ്മ ഡി വാല്യൂ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ FT ഫോഴ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, മറ്റു പാരാമീറ്റേഴ്സ് എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ കാൽക്കുലേറ്റ് സിഗ്മ D2. അങ്ങനെ സിഗ്മ D2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ ഒക്കും. അപ്പൊ ആ സിഗ്മ D2 കാൽക്കുലേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ലെവിസ് ഇക്വേഷൻ നമ്മൾ എന്തെല്ലാം പാരാമീറ്റേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് നോക്കാം. FT വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 3.14 പൈ. CV വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നതല്ല, മുമ്പ് നമ്മൾ അസ്യൂം ചെയ്തതാ, അതുകൊണ്ട് ഇവിടെ ഇനി വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം CV വാല്യൂ. അപ്പൊ CV2 ആണോ CV1 ആണോ എടുക്കേണ്ടത്? CV2 ആണ് എടുക്കേണ്ടത്. ഓക്കെ, CV2 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? V2 വേണം. V എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി πdN/60 ആണ്. അതായത് ടാൻജൻഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയറിന്റെ ഡയമീറ്ററും അതിന്റെ RPOവും π/60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഇത് നമുക്കറിയാമല്ലോ, നിങ്ങൾ 10th മുതലേ പഠിക്കുന്നത് വെലോസിറ്റി ഈക്വൽ ടു πdN/60. ഓക്കെ, അതിൽ നിങ്ങൾക്ക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ആ വെലോസിറ്റി എന്ന് പറയുന്നത് എത്ര കിട്ടി? ഏകദേശം 5.681 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ് വെലോസിറ്റി കിട്ടിയത്. വെലോസിറ്റി അറിയാമെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് വെലോസിറ്റി റേഷ്യോ. So velocity less than 8 meter per second ആണെങ്കിൽ there is an equation for velocity ratio and you can find that velocity ratio is 0.349. ആ വാല്യൂ വേണം നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കാൻ. സോ ഇറ്റ് കറസ്പോണ്ട്സ് ടു CV2. വിഡ്ത്ത് നമ്മൾ ഇവിടെ കിട്ടിയ പുതിയ വാല്യൂ വേണം ഇട്ട് കൊടുക്കാൻ. എത്ര? 35. Y വാല്യൂ Y2 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. Y2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മോഡ്യൂൾ എത്ര ഇട്ട് കൊടുക്കേണ്ടത്? മോഡ്യൂൾ 3.5 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ആൻസർ ഷീറ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം ഉണ്ടായിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഇന്റർമീഡിയറ്റ് സ്റ്റെപ്സും ഉണ്ടായിരിക്കണം. അങ്ങനെ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ യു വിൽ ഗെറ്റ് സിഗ്മ D2 ഈക്വൽ ടു 271.34 MPa. മെറ്റീരിയൽ പ്രോപ്പർട്ടി എത്രയാണ്? 137. എന്നാൽ നമുക്ക് കിട്ടിയ സിഗ്മ D2 എത്രയാണ്? ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന FT വാല്യൂ കൊണ്ട് ഗിയർ കൂടുതൽ സ്ട്രെസ്ഡ് ആയി. ഗിയറിൽ ഡെവലപ്പ് ചെയ്ത സ്ട്രെസ് 271 MPa ആണ്. പക്ഷേ ഗിയർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന മെറ്റീരിയലിന് എത്ര സ്ട്രെസ് വരെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയേ ഉള്ളൂ? 137. അത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, 137.374. അത്രമാത്രം സ്ട്രെസ്സേ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ അതിനേക്കാൾ കൂടുതൽ സ്ട്രെസ്സായ 271 MPa ഗിയറിലേക്ക് വരിക. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഗിയർ ഡിസൈൻ പ്രോപ്പർ ആണോ? അല്ല, ഈ ഗിയർ ഡിസൈൻ പ്രോപ്പർ അല്ല. ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് സിഗ്മ D2 ഈസ് ഗ്രേറ്റർ ദാൻ ദ പെർമിസിബിൾ വാല്യൂ. അപ്പൊ നമുക്ക് എന്താണ്? മോഡ്യൂൾ സാറ്റിസ്ഫാക്ടറി അല്ല. 3.5 മോഡ്യൂൾ എടുത്താൽ പോലും നമുക്ക് ഈ ഗിയറിന്റെ ലോഡ്, ഈ ഗിയർ ടൂത്ത് വിസ്റ്റാൻഡ് ചെയ്യത്തില്ല. ഗിയറിലേക്ക് ആക്ട് ചെയ്യുന്ന ലോഡ് ഗിയർ ടൂത്ത് വിസ്റ്റാൻഡ് ചെയ്യത്തില്ല. അത് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യുക ചെയ്തത്. എങ്ങനെ? ലെവിസ് ഇക്വേഷൻ ഉപയോഗിച്ചു. ലെവിസ് ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? ലെവിസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ സിഗ്മ D2 കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു. സിഗ്മ D2ന്റെ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കുന്നു. അത് മെറ്റീരിയലിന്റെ അലൗബിൾ 137നേക്കാൾ ഒത്തിരി മുകളിലാണ്. സോ യു കനോട്ട് യൂസ് ദിസ് സിഗ്മ D2. സോ ദിസ് മോഡ്യൂൾ ഈസ് നോട്ട് സാറ്റിസ്ഫാക്ടറി. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു ചേഞ്ച് ദ മോഡ്യൂൾ. ഓക്കെ, അപ്പൊ നമ്മൾ മോഡ്യൂൾ ഇട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ചെയ്തത്. ഏതാ? മോഡ്യൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയതാ വെദർ ദിസ് മോഡ്യൂൾ ഈസ് സാറ്റിസ്ഫാക്ടറി എന്ന്. സാറ്റിസ്ഫാക്ടറി ആണോ? അല്ല. ഇപ്പൊ അഡോപ്റ്റിംഗ് ദ ന്യൂ മോഡ്യൂൾ. ഓക്കെ, സോ മോഡ്യൂൾ ശരിയാവാത്തത് കൊണ്ട് പുതിയ മോഡ്യൂൾ എടുക്കുക. അപ്പൊ അത് ഏത് ടേബിളിൽ നിന്ന് എടുക്കണം? നമുക്ക് കിട്ടിയിരിക്കുന്ന ടേബിളിലോട്ട്. സോ 3.5 ആയിരുന്നു. 3.5 കഴിഞ്ഞിട്ട് അടുത്ത വാല്യൂ തന്നിരിക്കുന്നത് 5 ആണ്. ഓക്കെ, സോ യു ഹാവ് ടു ടേക്ക് മോഡ്യൂൾ 5. എന്നിട്ട് ഈ സ്റ്റെപ്സ് എല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഈ സ്റ്റെപ്സ് എല്ലാം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ നോക്കാം. ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? പിച്ച് സർക്കിൾ ഡയമീറ്റർ. അവിടെ മോഡ്യൂൾ ഇട്ട് കൊടുക്കേണ്ടത് 5 ആണ്. ഓക്കെ, മോഡ്യൂൾ ഇട്ട് കൊടുക്കേണ്ടത് 5 ആണ്. ഗിയർ ടൂത്തിന്റെ ഡയമീറ്ററും നമ്മൾ അല്ലെങ്കിൽ ഫേസ് വിഡ്ത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും നിങ്ങൾ ടാൻജൻഷ്യൽ ടൂത്തിലോട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ടാൻജൻഷ്യൽ ടൂത്തിലോട് എത്രയാണ്? ഇപ്പം സോ ഗിയറിലെ ഡയമീറ്റർ ഇപ്പൊ കൂടിയോ കുറഞ്ഞോ? മുമ്പ് നമുക്ക് കിട്ടിയ ഡയമീറ്ററും ചെക്ക് ചെയ്യാം.
എത്ര 108ഉം 350 ആയിരുന്നു. മുമ്പ് കിട്ടിയത് 108ഉം 350 ആയിരുന്നു. ഇപ്പൊ എത്ര കിട്ടിയെന്ന് നോക്കാം. ഇപ്പൊ കിട്ടിയിരിക്കുന്നത് 108 എത്ര ആയിട്ട് മാറി? 155 ആയി. നോക്കേ, അതുപോലെ തന്നെ 350 എത്ര ആയിട്ട് മാറി? 500 ആയിട്ട് മാറിയിരിക്കുന്നു. സോ ഗിയറിലെ ടോട്ടൽ സൈസും കൂടി അതിന്റെ മെറ്റീരിയലും കൂടി. അപ്പോൾ ഗിയറിന്റെ ഡയമീറ്റർ കൂടി കഴിഞ്ഞാൽ, അല്ല, ഗിയറിന്റെ മോഡ്യൂൾ കൂടി കഴിഞ്ഞാൽ അതിന്റെ ഡയമീറ്ററും, അതുപോലെ ഡയമീറ്റർ കൂടി കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടൂത്ത് കൂടുന്നോടെ. നമ്പർ ഓഫ് ടൂത്ത് കോൺസ്റ്റന്റാ, ഡയമീറ്റർ കൂടി. അപ്പൊ എന്ത് സംഭവിക്കും? ഓരോ ടൂത്തിന്റെ വലിപ്പവും കൂടും. ഓരോ ടൂത്തിന്റെ വലിപ്പം കൂടി കഴിഞ്ഞാൽ അതിൽ ജനറേറ്റ് ചെയ്യുന്ന സ്ട്രെസ് വാല്യൂ എന്ത് ചെയ്യും? ഇവിടെ ആ സ്ട്രെസ് കുറയും. കാരണം എന്ന് വെച്ചാൽ എന്താണ്? ആ ഗിയറിന് കൂടുതൽ സ്ട്രെസ് ഏറ്റെടുക്കാൻ, അല്ലെ കൂടുതൽ ലോഡ് ഏറ്റെടുക്കാനുള്ള കേപ്പബിലിറ്റി വരുന്നു. അപ്പോഴും മുമ്പ് ഉണ്ടായിരുന്ന ഡയമീറ്റർ യഥാർത്ഥത്തിൽ ഇപ്പൊ കൂടി. 105 155 ആയി, 350 500 ആയിട്ട് മാറി. അതുപോലെ തന്നെ വിഡ്ത്ത് 50, കുറച്ചുകൂടി വലിയ ഗിയർ നമ്മൾ ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, അപ്പൊ ടാൻജൻഷ്യൽ ടൂത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന 3696 ആണ്. അതിൽ നിന്ന് ലെവിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സിഗ്മ D2 നോക്കുക. സിഗ്മ D2 മുമ്പ് കിട്ടിയത് എത്ര? 200 സംതിങ്, 270 ആയിരുന്നു. അതിപ്പോ എത്ര മെഗാ പാസ്കൽ ആയിട്ട് കുറഞ്ഞു? 90 മെഗാ പാസ്കൽ ആയിട്ട് കുറഞ്ഞു. മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് എത്രയാണ്? 137 മെഗാ പാസ്കൽ. അപ്പോൾ മെറ്റീരിയൽ സ്ട്രെങ്തിനേക്കാൾ ചെറിയ വാല്യൂ ഓഫ് സ്ട്രെസ് അത് മാത്രമേ നമ്മളുടെ ഗിയറിലേക്ക് ഇപ്പോഴും വരുന്നുള്ളൂ. അപ്പോൾ ഈ മോഡ്യൂൾ എന്താണ്? സാറ്റിസ്ഫാക്ടറി ആണ്. മനസ്സിലാവുന്നോ? മോഡ്യൂൾ 5 എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസൈൻ സാറ്റിസ്ഫാക്ടറി ആകുന്നു. സോ 137 മെഗാ പാസ്കൽ ഡിസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന ഗിയർ ടൂത്ത് ആണ്. അവിടെ നമുക്ക് നമ്മളുടെ FT ലോഡ് 3696 ആണ്. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എത്രയാണ്? വെറും 90 മെഗാ പാസ്കൽ, വെറും 90 മെഗാ പാസ്കൽ. സോ ദിസ് ഡിസൈൻ ഈസ് എ സാറ്റിസ്ഫാക്ടറി ഡിസൈൻ. ദിസ് ഈസ് എ സാറ്റിസ്ഫാക്ടറി ഡിസൈൻ. ഓക്കെ, സോ ദിസ് മോഡ്യൂൾ ഈസ് സാറ്റിസ്ഫാക്ടറി. ദിസ് മോഡ്യൂൾ ഈസ് സാറ്റിസ്ഫാക്ടറി. സോ ആ മോഡ്യൂൾ വെച്ചിട്ടുള്ള ഫേസ് വിഡ്ത്ത് നമ്മൾ ഒന്നുകൂടെ കൺഫേം ചെയ്യുന്നു. ഓക്കെ, സോ ഇത്ര മാത്രം സ്റ്റെപ്സേ ഉള്ളോ? അല്ല, മൂന്നാമത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്തൊക്കെയാ? ഡൈനാമിക് ടൂത്ത് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ പ്രോബ്ലത്തിൽ നോക്കുക, ഏറ്റവും അവസാനം പറയുന്നത് എന്താണ്? ഇപ്പൊ ഫേസ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഫേസ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഫേസ് വിഡ്ത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഫേസ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. മോഡ്യൂൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു, അത് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? FD വാല്യൂ ഡൈനാമിക് ടൂത്ത് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ ഡൈനാമിക് ടൂത്ത് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ പഠിപ്പിച്ച പോർഷനാണിത്. എങ്ങനെയാ ഡൈനാമിക് ടൂത്ത് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു ഗിയർ ടൂത്തിൽ ഡൈനാമിക് ടൈപ്പ് ഓഫ് ലോഡിംഗ് ആണ് ആക്ട് ചെയ്യുന്നത്. അല്ലെ, ലോഡിങ്ങിന് ഡൈനാമിക് നേച്ചർ ആണെന്ന് പറയുന്നത് ഏത് ഇക്വേഷൻ ആണ്? Buckingham equation. So you have to substitute the Buckingham equation. Okay, ഇപ്പൊ കിട്ടിയിരിക്കുന്ന ലേറ്റസ്റ്റ് വാല്യൂ ഓഫ് FTയും കൂടാതെ എത്രമാത്രം ഇൻക്രിമെന്റൽ ലോഡ് ഗിയറിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതോട് ആഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? F ഡൈനാമിക് കിട്ടുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ K3 വാല്യൂ എന്താണ്? കോൺസ്റ്റന്റ് ആണോ? എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനിയുള്ള സ്റ്റെപ്പ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ടേബിള് എങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് നിങ്ങളുടെ ഡേറ്റാ ബുക്ക് ആദ്യം എടുത്തിട്ട് അത് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാനൊക്കത്തുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും ഡേറ്റാ ബുക്ക് എടുക്കുക. മാനസ ക്ലാസ്സിലുണ്ടോ? മാനസ ക്ലാസ്സിലില്ലേ? ആബ്സെന്റ് ആണെന്ന്. ഓക്കെ, മാനസ ക്ലാസ്സിലില്ല, ഇവിടെ ഇരിക്കുവല്ല, വേറെ എവിടെ പോയേക്കുവാണ്, ക്ലാസ്സിലില്ല. അനന്യ വിനു എവിടെ പോയി? ക്ലാസ്സിലുണ്ടോ? ഉണ്ട്. ഒന്ന് പറഞ്ഞേ, ഡേറ്റാ ബുക്ക് ഉണ്ടോ? ഡേറ്റാ ബുക്ക് പേജ് നമ്പർ 237 ഒന്ന് എടുത്തേ. മാനസ ക്ലാസ്സിൽ ഇല്ലല്ലോ. മാനസയ്ക്ക് അറ്റൻഡൻസ് ഇല്ല. ഓക്കെ, ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് അറ്റൻഡൻസ് ഇല്ല. ഓക്കെ, സോ അനന്യ വിനു പേജ് 237 ഒരു ടേബിൾ കാണുന്നുണ്ടോ? ഓക്കെ,
ആ ടേബിളിൽ എന്താ തന്നിരിക്കുന്നത്? വെലോസിറ്റിയും എററും തമ്മിലുള്ള ഡയഗ്രം ആണോ തന്നേക്കുന്നേ? വെലോസിറ്റിയും എററും കാണിച്ചിരിക്കുന്ന ഡയഗ്രം ആണോ? ടേബിൾ ഡയഗ്രം അല്ല, സോറി, ടേബിൾ. വെലോസിറ്റി എററും. ഓക്കെ, അപ്പൊ വെലോസിറ്റി 8 മീറ്റർ പെർ സെക്കൻഡ്. നമ്മുടെ വെലോസിറ്റി എത്ര അടേ? അതറിയാവോ? നമ്മളുടെ വെലോസിറ്റി എത്രയാണ്? ഇവിടെ തന്നിട്ടുണ്ട് എത്ര വെലോസിറ്റി. നമ്മുടെ വെലോസിറ്റി 8.12 ആണ്. ലേറ്റസ്റ്റ് വാല്യൂ നോക്കണം കേട്ടോ. മൊഡ്യൂൾ 5 ആയിരുന്നു, അപ്പോഴത്തേനും നമുക്ക് കിട്ടിയ വെലോസിറ്റി എത്രയാണ്? 8.12. അതിന് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാടേ? 8.12 ക്ലോസസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാണ്? 8.12 ക്ലോസസ്റ്റ് ആയിട്ടുള്ള വാല്യൂ 8 ഉണ്ടോ ടേബിളില്? ഉണ്ട്. 8 കറസ്പോണ്ടിങ് ആയിട്ട് എത്ര എറർ തന്നേക്കുന്നേ? 0.077 ആണോ അതോ 20 ഡിഗ്രിയുടെ ടൂത്ത് നോക്കേ? 20 ഡിഗ്രി ഫുൾ ഡെപ്ത് ഇൻവല്യൂട്ട് ടൂത്ത്. എന്തെങ്കിലും കാണുന്നുണ്ടോ? എന്തുവാ? 0.237 ടേബിളില് 12.14 ആണ്. 12.14 അല്ലേ നോക്കുന്നേ? 12.14 ആ, അപ്പൊ അതിനെ ഉണ്ടല്ലോ. വെലോസിറ്റി തന്നിട്ടില്ലേ? വെലോസിറ്റി എറർ ടേബിൾ ആണ്. അതില് 8 മീറ്റർ പെർ സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.05 വരുന്നില്ലേ? ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ്, ഫോർത്ത് കോളത്തിൽ. ഓക്കെ, സോ നിങ്ങൾക്ക് 8 മീറ്റർ പെർ സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എറർ ഈ വാല്യൂ 0.05 കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട എത്രയാണ്? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സോ ഫോർ 20 ഡിഗ്രി ഫുൾ ഡെപ്ത് ഇൻവല്യൂട്ട് ടു സ്റ്റീൽ കോമ്പിനേഷൻ. രണ്ടും സ്റ്റീൽ ആണോ? ആണ്. ക്വസ്റ്റ്യനിലെ രണ്ട് മെറ്റീരിയലും സ്റ്റീൽ ആണ്. അതുകൊണ്ട് 20 ഡിഗ്രി ഫുൾ ഡെപ്ത് ഇൻവല്യൂട്ട് ടൂത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇനി നിങ്ങൾ നോക്കേണ്ട ടേബിള് 12.12 ആണ്. 12.12 ടേബിൾ നോക്കേ. അവിടെ സ്റ്റീൽ കോമ്പിനേഷൻ ഉണ്ടോ? പാർത്ത് ക്ലാസ്സിലുണ്ടോ? പാർത്ഥിവ്? പാർത്ഥിവ്? പാർത്തില്ലേ? പാർത്തില്ല. ക്ലാസ്സിലെ റെപ്രസെന്റേറ്റീവിന്റെ പേരെന്തായിരുന്നു? ഉണ്ട്. പിന്നെ നീ പാർത്ഥിവ് അല്ലേ? എടാ ഡേറ്റ ബുക്ക് എടുക്കേ. സ്റ്റീൽ ആൻഡ് സ്റ്റീൽ അല്ലേ? സ്റ്റീൽ ആൻഡ് സ്റ്റീൽ 20 ഡിഗ്രി എത്രാമത്തെ റോ ആണ്? തേർഡ് റോയില് 14.5 അല്ലേ? ആറാമത്തെ റോയില് 20 ഡിഗ്രി ഉണ്ടല്ലോ. 20 ഡിഗ്രി ഫുൾ ഡെപ്ത് ഇൻവല്യൂട്ട് ടൂത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് തൊട്ട് മുമ്പ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന എറർ 0.05 അല്ലേ? 0.05 ആണ്. ഓക്കെ, സോ ഈ ടേബിളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എറർ എത്രയാണ്? 0.04 ഉള്ളൂ. നിങ്ങൾ നോക്കിയാൽ മതി. അതിന്റെ ടോപ്പ് പാർട്ടിൽ 0.05 ഇല്ല, 0.04, 0.06 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ 0.04 കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ് വാല്യൂ കിടക്കുന്നത്? സി വാല്യൂ. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ കോൺസ്റ്റന്റ്, ഡൈനാമിക് ഫാക്ടർ സി. അതിന്റെ വാല്യൂ എത്ര കിട്ടി? 0.04 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി വാല്യൂ ടേബിൾ എടുത്തോ? വെറുതെ പറയുവാണോ? അല്ലല്ല, ടേബിൾ ഉണ്ട്. 20 ഡിഗ്രി മറ്റേ 20 ഡിഗ്രി 0.04 ഉള്ള വാല്യൂ 457.8 ആണ്. അതെ, 457.8 ആണ് നമുക്കിപ്പോ നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളുടെ എറർ എത്രയാണ്? ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് എറർ എത്രയാണ്? ഏറ്റവും എറർ വാല്യൂ എത്രയാണ്? 0.05 ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് കിട്ടേണ്ട എത്രയാണ്? 0.05 വാല്യൂ ആണ് കിട്ടേണ്ടത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി വാല്യൂ ആണ് കിട്ടേണ്ടത്. ഇപ്പൊ കിട്ടിയിരിക്കുന്ന സി വാല്യൂ ഏതിനുള്ള എറർ ആണ്? 0.04 എത്ര? 457.8
8. ഓക്കെ, സോ ഈ റേഷ്യോ ഉപയോഗിച്ച് നിങ്ങൾക്ക് സി കാൽക്കുലേറ്റ് ചെയ്തൂടെ? 457.8 0.04 ആയിരുന്നപ്പോ കിട്ടി. എന്നാൽ 0.05 ആകുമ്പോൾ സി വാല്യൂ എന്ത് വന്നു? സോ അതെങ്ങനെ ചെയ്യുന്നത്? സി ഈക്വൽ ടു എന്താണ്? ഫസ്റ്റ് റേഷ്യോയെ നമ്മൾ 0.05 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 457.0.8 ഡിവൈഡ് ബൈ 0.04നെ 0.05 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, യു വിൽ ഗെറ്റ് ദ സി വാല്യൂ ആസ് 572. ഇപ്പൊ നമ്മൾ എന്താ ഇവിടെ ചെയ്തേ? ഈ സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താ ചെയ്തെന്നുള്ളത് ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കണം. അതായത് 8.12 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് നമ്മുടെ ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് എത്രമാത്രം എറർ ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. 8.12 വാല്യൂ നമ്മളുടെ ടേബിൾ 12.14 ഇല്ല. അവിടുത്തെ ഏറ്റവും ക്ലോസസ്റ്റ് വാല്യൂ 8 ആണ്. 8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എറർ 0.05 ആണ്. ഓക്കെ, അപ്പൊ 0.05ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാക്കി. ഇനി സി വാല്യൂസിന്റെ ടേബിൾ എടുക്കുക. അത് 12.12ലുണ്ട്. അവിടുത്തെ 6th റോ നിങ്ങൾ 6th റോ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീൽ ആൻഡ് സ്റ്റീൽ 20 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0.04ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി വാല്യൂ 457.8 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 0.05 ആണ് നമ്മളുടെ എറർ വാല്യൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര വാല്യൂ വരുമെന്ന് കണ്ടുപിടിക്കുക. അത് എത്ര കിട്ടും? 572. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഈ റേഷ്യോ ഏതാ? നമുക്ക് 0.05 ഇല്ലല്ലോ, അപ്പം നമ്മൾ 0.04 അല്ലേ എടുത്തത്, എന്തുകൊണ്ട് 0.06 എടുക്കാഞ്ഞ്? അതെടുത്തിട്ട് നീ ചെയ്ത് നോക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിയുടെ അവിടെ എത്ര ആണ് വാല്യൂ ഇടുന്നത്? ഈക്വൽ ടു 0.06. മുകളിൽ എത്ര വരുന്നേ? 0.06ന് കറസ്പോണ്ട് ആയിട്ട് വാല്യൂ എത്രടാ? 686.7. അതെ, അതിട്ടിട്ട് ആ റേഷ്യോ അങ്ങനെ കണ്ടുപിടിച്ചാലും മതി. അപ്പൊ സെയിം തന്നെയാണോ കിട്ടുന്നത്? കിട്ടേണ്ടത് സെയിം തന്നെയാണ് കിട്ടേണ്ടത്. ഓൾമോസ്റ്റ് 572 അടുത്ത വാല്യൂ കിട്ടും. ഓക്കെ, അങ്ങനെ ഫൈനലി നിങ്ങൾ എഫ് ഡി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഡൈനാമിക് ടൂത്ത് ലോഡ്. ഇപ്പൊ നമുക്ക് സി എ ആയിട്ടുള്ളൂ. സി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ മേളിൽ പോയിട്ട് നമ്മളുടെ ഇക്വേഷൻ എവിടെ കിടക്കുക? എവിടെ ഡൈനാമിക് ടൂത്ത് ലോഡിന്റെ ഇക്വേഷൻ? അതെ, ഇവിടെ ഡൈനാമിക് ടൂത്ത് ലോഡിന്റെ ഇക്വേഷൻ അവിടെ തന്നെ ഉണ്ട്. ഏതായി ഈ ഇക്വേഷനിൽ എല്ലാ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടുത്തെ സി ആയിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്. ബാക്കി എല്ലാം നമുക്കറിയാം. K3 ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, സോ ഇത് നിങ്ങൾ ചെയ്തിട്ട് ഞാനൊരു അസൈൻമെന്റ് ജനറേറ്റ് ചെയ്തിരിക്കാം. മനസ്സിലാക്കി ചെയ്തിട്ട് കറസ്പോണ്ടിങ് എഫ് ഡി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 മാർക്ക് കിട്ടും. ഓക്കെ, സോ ഒരു പ്രോബ്ലമായി. 40 മാർക്സിനല്ലേ എക്സാം. ഓക്കെ, അപ്പൊ സീരീസ് എക്സാം ഉണ്ട്. ആദ്യത്തെ 4 മോഡ്യൂളാണ്. പൂജ വെക്കുന്നവർ വെച്ചോളുക. വെക്കാത്തവർക്ക് വെറുതെ നടക്കാതെ എന്തെങ്കിലും എടുത്തു വെച്ച് പഠിക്കുക. അടുത്ത ആഴ്ച സീരീസ് എക്സാം ഉണ്ട്. ഓക്കെ, സോ ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞ കാര്യത്തില്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോടെ? ഉണ്ടോ? ഹലോ, നിങ്ങളാരും ഇല്ലേ ക്ലാസ്സില്? മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട്. ഏബലിന് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പ്രോബ്ലം ജസ്റ്റ് നോക്കുക. എപ്പോഴാണെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടാൽ മതി. ഞാൻ എന്നെ റിപ്ലൈ അയച്ചിരിക്കാം. ഓക്കെ, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത് വാട്സാപ്പിലൂടെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. ഈ പ്രോബ്ലം നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്യുക. ET ലാബിൽ അതിനൊരു ക്ലാസ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഇടും. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇന്നത്തെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത്. ഇന്ന് രാത്രി 12 മണിയോട് അത് ക്ലോസ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ ഈ പ്രോബ്ലം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നോട്ട്സ്. നിങ്ങൾ ആ പ്രോബ്ലം ചെയ്ത് ആൻസർ വെരിഫൈ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതുന്നതിന് തൊട്ട് മുകളിലായിട്ട് നിങ്ങളുടെ പേരും റോൾ നമ്പറും ഉണ്ടായിരിക്കണം. ഓക്കെ, സെപ്പറേറ്റ് പേജിലല്ല, അതിന് തൊട്ട് മുകളിൽ. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. നമുക്ക് ഇനി ഒരു ക്ലാസ് സീരീസിന് മുമ്പ് ഒരു ക്ലാസ് കൂടെ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇവിടം വരെ പഠിപ്പിച്ച പോർഷൻ എന്തായാലും സീരീസിനുണ്ട്. ഓക്കെ, ഇപ്പൊ സ്പർ ഗിയറിന്റെ ഡിസൈൻ പ്രോബ്ലംസ് എല്ലാം നോക്കുക. ഈ PPT-യിലെ ഇനി ഒരു ഫർദർ പ്രോബ്ലം കൂടി ഉണ്ട്. അതും കൂടി നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സ് തന്നെയാണ് അടുത്ത പ്രോബ്ലത്തിലും ഫോളോ ചെയ്യുന്നത്. പക്ഷെ അതൊരു ഡിസൈൻ പ്രോബ്ലം ആണ്, അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, സോ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതെല്ലാം ഈ 2 പ്രോബ്ലത്തിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു 4 മോഡ്യൂൾ വരെയുള്ള പോർഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ്.
ഓക്കെ, സോ നമ്മൾ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. താങ്ക് യു.